ആയിക്കോട്ടെ, നിന്റെ സമയം പോലെ മതി. എന്നാൽ അധികം വൈകരുത്. എനിക്ക് അവരെ എത്രയും പെട്ടെന്ന് തന്നെ കാണണം. അവർ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഒന്ന് തലയാട്ടി. അവരെ കാണുവാൻ അമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. എന്നാ ശരി, ഞാൻ ഇറങ്ങുക പറഞ്ഞുകൊണ്ട് അവനിറങ്ങി ചെരുപ്പിട്ട് ബൈക്കിനരികിലേക്ക് നടന്നു. അവന്റെ ബൈക്ക് കണ്ണിൽ നിന്നും മറഞ്ഞതും അമ്മ വാതിലടച്ച് അകത്തേക്ക് വന്നു. എടാ, പോകുമ്പോൾ ഏതേലും ബേക്കറിക്ക് മുൻപിൽ ഒന്ന് വണ്ടി നിർത്തണേ. അജിത്തിന് പിറകിൽ ബൈക്കിൽ കയറിയിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു. ഒരു മൂളലോടെ അവൻ വണ്ടിയെടുത്തു. അവരിന്നാണ് ദിവ്യയെയും കുഞ്ഞിനെയും കാണാൻ പോകുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് അജിത്തിന്റെ അമ്മ. പോകുന്ന വഴിക്ക് ബേക്കറിയിൽ കയറി കുഞ്ഞിനും കൂടി കഴിക്കാൻ പാകത്തിനുള്ള പലഹാരങ്ങളെല്ലാം അവർ വാങ്ങിയിരുന്നു. കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സും. ചോദിച്ച് ഓരോ സാധനങ്ങളും വാങ്ങി കവർ നിറയ്ക്കുന്ന അമ്മയെ അജിത്ത് ഒരു അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. താനിത് പറയുമ്പോൾ അമ്മ സമ്മതിക്കില്ല എന്നാണ് അവൻ കരുതിയിരുന്നത്. തന്നോട് ദേഷ്യപ്പെടും, മുഖമെല്ലാം വീർപ്പിച്ചു നടക്കും എന്ന് കരുതിയ തനിക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത് അവൻ ഓർത്തു. അമ്മയുടെ പ്രവൃത്തികൾ കണ്ടാൽ തന്നേക്കാൾ സന്തോഷം അമ്മയ്ക്കാണെന്ന് തോന്നും. എന്തോ അവന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞു. അജിത്തെ, ഒന്നിവിടെ നിർത്തിക്കേ. കുറച്ചുകൂടി മുന്നോട്ട് പോയതും അജിത്തിന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു. അജിത്ത് വണ്ടി സൈഡാക്കിയ ശേഷം അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്തു പറ്റി? അവൻ ചോദിച്ചു. അമ്മയൊന്നും പറയാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങി. അജിത്ത് ഒന്നും മനസ്സിലാവാതെ അമ്മയെ നോക്കി. അപ്പോഴാണ് അമ്മയുടെ നോട്ടം പോകുന്നത് എവിടേക്കാണെന്ന് അവന് മനസ്സിലായത്. അവന്റെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നിറയെ കളിപ്പാട്ടങ്ങൾ തൂക്കിയ കടയിലേക്ക് കയറി പോകാനൊരുങ്ങിയ അമ്മയെ അവനൊന്ന് തടഞ്ഞു. അമ്മ എങ്ങോട്ടാ ഈ പോകുന്നേ? അവനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു. നിനക്ക് കണ്ണു കണ്ടൂടെ ചെറുക്ക? അമ്മ അവനോട് ചോദിച്ചതും അവനൊന്നും പറയാതെ വെറുതെയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. നീ ഇതുപോലൊരു പാവക്കുട്ടിയെ കൊടുത്തല്ലേ ആ കൊച്ചിനെ വരുതിയിലാക്കിയേ? അപ്പോൾ ഞാനും അങ്ങനെയൊന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അമ്മ കടയിലേക്ക് കയറി. അമ്മയ്ക്ക് പിറകെ ഒരു ചിരിയോടെ തന്നെ അജിത്തും. എടാ, ഇതെങ്ങനെയുണ്ട്? ഒരു ചുവന്ന പാവക്കുട്ടി എടുത്ത് കാണിച്ചുകൊണ്ട് അജിത്തിനോട് അമ്മ ചോദിച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ട് അവനൊന്ന് തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അവരൊന്ന് അവനെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു. മോളെ, ഇതല്ലാതെ വേറെയുണ്ടോ? അവർ ചോദിച്ചു. അതുകേട്ട് അജിത്തിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇതിനാണെങ്കിൽ പിന്നെ എന്നോടെന്തിനാ ചോദിച്ചേ? അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അമ്മയെ ഒന്ന് നോക്കി. അമ്മയ്ക്ക് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് തന്നെ അവരവന് പിന്നെ നോക്കാൻ പോയില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള നിറത്തിലുള്ള വലിയൊരു ടെഡി ബിയർ. അതുകണ്ട് അജിത്തിന്റെ അമ്മയുടെ കണ്ണുകൾ വിടർന്നു. മതി, ഇത് മതി അല്ലേടാ? അവനെ നോക്കി വിടർന്ന കണ്ണുകളോടെ അമ്മ ചോദിച്ചു. അതുകണ്ട് അവന്റെ കണ്ണുകളും വിടർന്നിരുന്നു. അത്രമേൽ എന്തോ ഒരു ഭംഗി ആ പാവക്കുട്ടിക്കുണ്ടായിരുന്നു. ഇത് കണ്ടാൽ തീർച്ചയായും ആ കുഞ്ഞിപ്പെണ്ണ് അമ്മയുടെ മുൻപിൽ വീണുപോകും അവൻ മനസ്സിലോർത്തു. ഇത് മതി, ഇത് പാക്ക് ചെയ്തോളൂ പറഞ്ഞുകൊണ്ട് അവൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തു. നീ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം പൈസ കൊടുക്കാൻ ചെന്ന അവനെ നോക്കി അമ്മ പറഞ്ഞു. അവൻ അമ്മയെ തന്നെയൊന്ന് നോക്കി. എൻ്റെ കൊച്ചിന് വാങ്ങാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞുകൊണ്ട് അമ്മ കവറിൽ വെച്ചിരുന്ന പേഴ്സ് എടുത്ത് അതിൽ നിന്നും പൈസ എടുത്ത് ആ പെൺകുട്ടിക്ക് കൊടുത്തു. എൻ്റെ കൊച്ച്, അമ്മ പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ കാതിൽ നിറഞ്ഞു നിന്നു. അവന് വല്ലാത്ത സന്തോഷമായി. അവൻ്റെ മനസ്സ് നിറഞ്ഞു. അതിനേക്കാളുപരി അവന് വല്ലാത്തൊരു സമാധാനം തോന്നിയിരുന്നു. ഇത്ര പെട്ടെന്ന് അമ്മ ഇങ്ങനെ സ്വന്തം കുഞ്ഞായി സ്നേഹിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. അതും കാണുന്നതിന് മുൻപേ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിപ്പെണ്ണിനെ ആർക്കാണ് ഇഷ്ടമാകാത്തത്? ആ കുട്ടിക്കുറുമ്പിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞിരുന്നു. മോളെയും എടുത്തുകൊണ്ട് മുറ്റം അടിച്ചു വാരുകയാണ് ദിവ്യ. പെണ്ണിനെ നിലത്ത് എവിടെയെങ്കിലും വെച്ച് ഒരു പണിയും എടുക്കാൻ പറ്റില്ല. കണ്ണു തെറ്റിയാൽ ഓടിക്കളയും. മോളൊന്നുറങ്ങുമ്പോഴാണ് അവൾ അധിക ജോലിയും എടുക്കുന്നത്. പെട്ടെന്നാണ് മുറ്റത്തേക്കൊരു വണ്ടി വന്നു നിന്നത്. അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് ആളെ മനസ്സിലാകുന്നില്ല. അവൾ വേഗം കയ്യിൽ പിടിച്ചിരുന്ന ചൂല് ചുമരിന് സൈഡിൽ ചാരി വെച്ചു. പുറകിൽ നിന്നും അജിത്തിന്റെ അമ്മയാണ് ആദ്യം ഇറങ്ങിയത്. ഇല്ല, തനിക്ക് അറിയാത്തവരാണ്. അവരുടെ രണ്ടു കൈയിലും കവറുണ്ട്. ഒന്നിലൊരു വലിയ പാവക്കുട്ടിയാണ്. അതിൻ്റെ തല കുറച്ച് പുറത്തേക്ക് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയും മോളെയും തിരക്കി വരാൻ ആരുമില്ല. ആരായിരിക്കും? അവളൊരു സംശയത്തോടെ അവരെ തന്നെയൊന്ന് നോക്കി.
അപ്പോഴാണ് അജിത്ത് ഹെൽമെറ്റ് ഊരിയത്. അജിത്തിനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു. അപ്പോഴേക്കും അജിത്താണെന്ന് കണ്ട് അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ചാടിയിരുന്നു. അവനൊരു ചിരിയോടെ ചെന്ന് കുഞ്ഞിനെ എടുത്തു. എടി കുഞ്ഞിപ്പെണ്ണെ, നിനക്ക് ഈ മാമനെ ഓർമ്മയുണ്ടല്ലേ? അവൻ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. കുഞ്ഞൊരു ചിരിയോടെ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് കവിളിൽ ചുണ്ടു ചേർത്തു. അജിത്ത് കുഞ്ഞിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിലും ഇത്രത്തോളം ആത്മബന്ധം ഇവർ തമ്മിൽ ഉണ്ടാകുമെന്ന് അവൻ്റെ അമ്മ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അവരുടെ കണ്ണുകൾ ആ കുഞ്ഞിൽ തന്നെയായിരുന്നു. അവൻ പറഞ്ഞതുപോലെ ഒരു മാലാഖ കുഞ്ഞ്. കറുത്ത കുഞ്ഞി ഉണ്ട കണ്ണുകൾ വിടർത്തി അവൾ അജിത്തിനെ നോക്കി ചിരിക്കുകയാണ്. 2 പല്ലുകൾ മാത്രം വന്നിട്ടുണ്ട്. എന്തു രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. അവരുടെ ഉള്ളിലും വാത്സല്യത്തിൻ്റെ ഒരു കടലിളകി. അമ്മ വരൂ, നിങ്ങളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അവൾ പറഞ്ഞു. അവൾ അമ്മയെ എന്നാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. തൻ്റെയും അവൻ്റെയും മനസ്സിലുള്ളതൊന്നും അവൾക്കറിയില്ല. അതൊന്നും അറിയാതെ തന്നെ വിളിച്ചതാണ്. എന്തായാലും തൻ്റെ മോളായി തന്നെ വരേണ്ടവളല്ലേ? അവരുടെ മനസ്സ് നിറഞ്ഞു. ഇവന് വീട്ടിൽ വന്നിട്ട് ഏതു നേരവും നിങ്ങളെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. ദേ ഈ കുറുമ്പിയെക്കുറിച്ച് പറയാൻ ഇവന് 100 നാവാ. എന്നോ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവന് ബസ്സിന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാ. പറഞ്ഞുകൊണ്ട് അമ്മ അവൾക്ക് നേരെ ആ കവറുകൾ നീട്ടി. അവൾ അതിലേക്കൊന്ന് നോക്കി. വാങ്ങിച്ചോ? അമ്മ സ്നേഹത്തോടെ തന്നെ പറഞ്ഞു. അവൾ അജിത്തിനെ ഒന്ന് നോക്കിയപ്പോൾ വാങ്ങിച്ചോ എന്ന് അവൻ കണ്ണുകൊണ്ട് കാണിച്ചു. ഇതൊന്നും വേണ്ടിയിരുന്നില്ല, അമ്മ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. പറയുമ്പോൾ അവളിലൊരു നോവ് നിറഞ്ഞിരുന്നു. അത് അവനും അമ്മയ്ക്കും മനസ്സിലായി. അമ്മ അവളുടെ കയ്യിലൊന്ന് മുറുക്കെ പിടിച്ചു, അവൾക്ക് ആശ്വാസമാകുവാനെന്ന വണ്ണം. അവളൊന്ന് അമ്മയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇങ്ങ് വന്നേടി പൊന്നെ, അച്ചമ്മ ചോദിക്കട്ടെ? അവൻ അരികിലേക്ക് ചെന്ന് കുഞ്ഞിന് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ചമ്മ. ആ വാക്ക് അജിത്തിൻ്റെ ഉള്ളിലൊരു കുളിര് കോരിയിട്ടപ്പോൾ ദിവ്യയുടെ ഉള്ളം നീറുകയാണ് ചെയ്തത്. മകൻ്റെ കുഞ്ഞിനെ ആദ്യമായി കാണുന്നത് ഹരിയേട്ടൻ മരിച്ചപ്പോൾ വന്നപ്പോഴാണ്. ഇവിടെ നിന്നിരുന്ന ആ 3 ദിവസവും തൻ്റെ മോളെയൊന്ന് നോക്കിയിട്ട് പോലുമില്ല. തന്നോട് എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മോൻ്റെ കുഞ്ഞല്ലേ. അതും ഹരിയേട്ടൻ ഇല്ലാതായിട്ട് പോലും അവർക്ക് ഈ മോളോട് ഒരു സ്നേഹവും തോന്നിയില്ലല്ലോ. അച്ചമ്മയാണെന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ വാരിയെടുക്കേണ്ടവർ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയി കളഞ്ഞപ്പോൾ എവിടെയോ ഉള്ളവർ തൻ്റെ മോളെ കാണാനായി വന്നിരിക്കുന്നു. അച്ചമ്മയെന്ന് പറഞ്ഞ് കൊഞ്ചിക്കുന്നു. അവളുടെ നെഞ്ച് നീറുന്നതോടൊപ്പം കണ്ണുകളും നിറഞ്ഞു വന്നു. അവളത് അവർ കാണാതിരിക്കാൻ വേഗത്തിൽ തുടച്ചു കളഞ്ഞെങ്കിലും അജിത്ത് അത് കൃത്യമായി കണ്ടിരുന്നു. അവൻ്റെ ഉള്ളിലും എന്തോ ഒരു വേദന നിറഞ്ഞു. സാരമില്ല, ഈ വേദനയ്ക്കെല്ലാം ഇരട്ടി സന്തോഷം ഞാൻ തരും, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അന്ന് ആദ്യമായി അവൻ്റെ കണ്ണുകൾ അവൾ പോലും അറിയാതെ അവളുടെ മുഖത്താകെ ഓടി നടന്നു. തിങ്ങി നിറഞ്ഞ പുരികവും കൺപീലിയും. മോളെപ്പോലെ ഉണ്ട കണ്ണുകളാണ് അവൾക്കും. അപ്പോൾ അവളുടെ ഈ കണ്ണുകളാണ് ഈ കുഞ്ഞിപ്പെണ്ണിന് കിട്ടിയിരിക്കുന്നത്. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നീണ്ട മൂക്കും ചെറിയ ചുവന്ന അധരങ്ങളും തുടുത്ത കവിളുകളും. അവൻ ആദ്യമായി ആ പെണ്ണിനെ കാണുന്നത് പോലെ അവളെ തന്നെ ഒന്ന് നോക്കി നിന്നുപോയി. സത്യം പറഞ്ഞാൽ ഇതിനു മുൻപ് വന്നപ്പോഴൊന്നും ഇതുപോലെ അവളെ നോക്കിയിട്ടേയില്ല. ഇപ്പോൾ തനിക്ക് വേണം, തൻ്റേതാണെന്ന് മനസ്സ് പറഞ്ഞു തുടങ്ങിയതിനു ശേഷമാണ് തനിക്ക് ഈ മാറ്റം വന്നതെന്ന് അവനൊരു ചിരിയോടെ ഓർത്തു. അവർ കുഞ്ഞിൻ്റെ നേരെ കൈനീട്ടിയതും കുഞ്ഞ് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. പുറത്തിങ്ങനെ നിന്നാലെങ്ങനെയാ, അകത്തേക്കിരിക്കാം. മുറ്റത്ത് തന്നെ നിൽക്കുന്ന അവരെ കണ്ട് അവൾ പറഞ്ഞു. ആ വരുന്നു, ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് കാണട്ടെ. മോള് ആ കവറിങ് തന്നേ. അതും പറഞ്ഞുകൊണ്ട് അമ്മ അവൾക്കരികിലേക്ക് ചെന്നതും അവൾ അമ്മ പറഞ്ഞ വാചകത്തിൽ ഒരു നിമിഷം കുരുങ്ങിപ്പോയിരുന്നു. 2 കവറുണ്ട്, അതിലേത് കവറാണെന്ന സംശയത്തോടെ അവൾ അമ്മയെ ഒന്ന് നോക്കി. അമ്മ അവൾ കയ്യിൽ പിടിച്ചിരുന്ന കവറിൽ നിന്നും ആ വലിയ പാവക്കുട്ടിയെ പുറത്തെടുത്തു. അത് കണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ വിടർന്നു. ദിവ്യയും ആ പാവയിലേക്കൊന്നു നോക്കി. നല്ല വലിപ്പമുണ്ട്, നല്ലൊരു പൈസയായിട്ടുണ്ടാകും. അവൾക്കെന്തിനോ ഒരു വേദന തോന്നി. അന്ന് കൊണ്ടുവന്ന ആ പാവ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ വീണ്ടും എന്തിനാ വാങ്ങിയത്? ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല. അതിന് ഞാനല്ല ഇത് വാങ്ങിയത്, ഇത് അമ്മ തന്നെ വാങ്ങിയതാ. അവൻ പറഞ്ഞതും അവൾ അമ്മയെ ഒന്ന് നോക്കി. ഇങ്ങോട്ട് നോക്കുന്നില്ല, കുഞ്ഞിനെ വശത്താക്കാനുള്ള തിരക്കിലാണ്. ദേ നോക്ക്, എന്തു നല്ല പാവക്കുട്ടിയാ. കുഞ്ഞിന് ഇത് വേണോ? വേണമെങ്കിൽ അച്ചമ്മയുടെ അടുത്ത് വാ, അച്ചമ്മ ചോദിക്കട്ടെ. അവർ വീണ്ടും പറഞ്ഞു.
കുഞ്ഞിൻ്റെ കണ്ണുകളാകെ ആ വലിയ പാവയിലാണ്. അവൾക്കത് വേണം. പക്ഷേ അവർക്കടുത്തേക്ക് പോകാനൊരു മടി. അവൾ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ചെല്ലു കുഞ്ഞാ, അവൾ പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞതും അജിത്തിൻ്റെ അമ്മ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് അവൾ ചാടി. അത് കണ്ട് അജിത്തിന് ചിരി വന്നു. അന്നും ഇതുപോലെയായിരുന്നു. അമ്മ പറഞ്ഞപ്പോഴാണ് അവൾ തൻ്റെ അരികിലേക്ക് വന്നത്. എൻ്റെ സുന്ദരി മോള് പറഞ്ഞുകൊണ്ട് അവർ അവളുടെ കുഞ്ഞിക്കവിളിൽ ചുണ്ടു ചേർക്കുമ്പോൾ അവൾ പാവയെ നോക്കുന്ന തിരക്കിലായിരുന്നു. എനിക്കൊരുമ്മ തരാമോ? അവർ ചോദിച്ചു. കുഞ്ഞൊന്ന് തലയാട്ടിക്കൊണ്ട് അവരുടെ കവിളിൽ പതിയെയൊന്നു മുത്തി. ആ കുഞ്ഞിച്ചുണ്ടുകൾ തൻ്റെ കവിളിൽ തൊട്ടതും അവരുടെ ഉള്ളിലൊരു കുളിര് കോരി. തൻ്റെ കുഞ്ഞ്, അവരുടെ ഉള്ളം പറഞ്ഞു. അവരാ കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. വരൂ, അകത്തേക്കിരിക്കാം, അവൾ വീണ്ടും പറഞ്ഞതും അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. അമ്മയ്ക്ക് പിറകെ അജിത്തും. അമ്മ ഇരിക്കൂ, അവൾ പറഞ്ഞു. അവരൊന്ന് അവളെ നോക്കിക്കൊണ്ട് കസേരയിലേക്കിരുന്നു. അജിത്തും അതെ, അവനും അമ്മയ്ക്കടുത്ത് തന്നെയുള്ള കസേരയിൽ വന്നിരുന്നു. അമ്മ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്ന തിരക്കിലാണ്. അവനും അമ്മയ്ക്കൊപ്പം കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ട്. അല്പനേരം അവൾ അതും നോക്കി അങ്ങനെ നിന്നു. അവരോട് എന്താണ് പറയേണ്ടതെന്നോ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നോ അറിയാത്തതുപോലെ. ഞാൻ ചായ എടുക്കാം. പെട്ടെന്ന് അവൾ അത് പറഞ്ഞതും അമ്മയും അജിത്തും ഒന്ന് തലയുയർത്തി നോക്കി. നിങ്ങളിരിക്കി, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം, പറഞ്ഞുകൊണ്ട് അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. അമ്മ അവൾ പോകുന്നതൊന്ന് നോക്കി. അജിത്തും അതെ, അവൻ്റെ കണ്ണുകളും അവളിൽ തന്നെയാണ്. ആദ്യമായി കാണുന്നത് പോലെ അവൻ അവളെ തന്നെ നോക്കി നിന്നു പോകുന്നു. മതിയടാ നോക്കിയത്, അമ്മ അവൻ്റെ കയ്യിൽ പതിയെ ഒന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അമ്മ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം അവൻ ഓർത്തത്. അവനൊരു ചമ്മൽ തോന്നി. അവൻ അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് കുഞ്ഞിനെ കളിപ്പിക്കാൻ എന്ന പോലെ വേഗം തല കുനിച്ചു കളഞ്ഞു. നീ കൊച്ചിനെ ഒന്ന് പിടിച്ചേ, ഞാൻ ഇപ്പോൾ വരാം, അതും പറഞ്ഞുകൊണ്ട് അമ്മ അവൻ്റെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു. അമ്മ ഇതെന്തിനുള്ള പുറപ്പാടാണെന്ന പോലെ അവൻ അമ്മയെ ഒന്ന് നോക്കി. അമ്മ ഇതെവിടെ പോകുക? അവൻ ചോദിച്ചു. ഞാനൊന്ന് അടുക്കള വരെ, ആ കൊച്ചവിടെ ഒറ്റയ്ക്കല്ലേ, അമ്മ പറഞ്ഞു. ശേഷം അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കുന്നില്ലെന്ന വണ്ണം അതും പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് നടന്നു. അവൻ അമ്മയെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങി. അമ്മ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവൾ ചായ ഉണ്ടാക്കുകയായിരുന്നു. ഗ്യാസിൽ ചായക്കുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതും നോക്കി എന്തോ ആലോചനയിലെന്ന വണ്ണം നിൽക്കുകയാണ് അവൾ. അമ്മ അവൾക്കരികിലേക്ക് ചെന്നു. പിറകിലൊരു കാലനക്കം മറിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി. അമ്മയാണ്. അമ്മയെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. മോൾക്ക് ബുദ്ധിമുട്ടായോ ഞങ്ങൾ വന്നത്? അമ്മ ചോദിച്ചു. ആ ചോദ്യം കേട്ട് അവളൊരു ഞെട്ടലോടെ അവരെ ഒന്ന് നോക്കി. ഹരിയേട്ടൻ മരിക്കാൻ അമ്മയുടെ മോനല്ല കാരണം. മരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു തന്നെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബസ്സിന് മുൻപിലേക്ക് കയറി കൊടുത്തത്. കുടിച്ച ബോധമില്ലാതെയായപ്പോൾ സ്വന്തം കുഞ്ഞിനെ പോലും ഓർത്തിട്ടില്ല. അതിൽ ഇവരെങ്ങനെ തെറ്റുകാരാവും? മാത്രമല്ല ഇപ്പോൾ ഇവരുള്ളതുകൊണ്ട് മാത്രമാണ് താനും മോളും ജീവനോടെ ഇരിക്കുന്നത് തന്നെ. അങ്ങനെയുള്ളവർ വന്നാൽ തനിക്ക് എങ്ങനെയാണ് അതൊരു ബുദ്ധിമുട്ടാകുന്നത്? എല്ലാവരും ഉണ്ടായിട്ടും ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജീവിക്കുന്ന തങ്ങൾക്ക് ഇതല്ലേ സന്തോഷം? എന്തൊക്കെയോ ഓർമ്മയിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞങ്ങൾക്കിങ്ങനെ വരാനും പോകാനും ഒന്നും ആരുമില്ലമ്മേ. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെയാ ഞങ്ങൾ ജീവിക്കുന്നേ. ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, അത് അമ്മയുടെ മോൻ കാരണമാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ വരുന്നത് എനിക്കെങ്ങനെയാ ഒരു ബുദ്ധിമുട്ടാവുന്നേ? സന്തോഷമേ ഉള്ളൂ. സ്വന്തക്കാർക്ക് പോലും എൻ്റെ കുഞ്ഞിനെ വേണ്ട. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ആരുമല്ലാതിരുന്നിട്ടും എൻ്റെ കുഞ്ഞിനെ നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നത് പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. അങ്ങനെയൊന്ന് അമ്മയൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊന്ന് വല്ലാതെയായി. അവരവളുടെ കയ്യിലൊന്ന് പിടിച്ചു. അവൾ മുഖമുയർത്തി നോക്കിയില്ല. പക്ഷേ മറുകൈ അവൾ അവരുടെ കൈക്ക് മുകളിൽ വെച്ചു. അമ്മയ്ക്കെല്ലാം അറിയാം. അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതെല്ലാം പോട്ടെ, സാരമില്ല. വിധിയാണെന്ന് കരുതി മറന്നു കളഞ്ഞേക്ക്. അമ്മയ്ക്ക് അതല്ലേ പറയാൻ പറ്റൂ. ഒരുപാട് കരഞ്ഞില്ലേ, ഇനി കരയരുത്. ആരുമില്ലെന്നോർത്ത് വിഷമിക്കരുത്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ? പറഞ്ഞുകൊണ്ട് അമ്മ അവളെ തന്നിലേക്കൊന്ന് ചേർത്ത് പിടിച്ചു. അവൾ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ താഴേക്ക് ഇറ്റുവീണു. മതി കരഞ്ഞത്, ഒരുപാട് കരഞ്ഞില്ലേ?
ഇനി കരയരുത്. അവരവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു. കൂട്ടത്തിൽ ഒരു നോവ് അവളുടെ കണ്ണുകളിൽ ചേക്കേറി. അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു. തൻ്റെ എല്ലാ അവസ്ഥയും അവർക്കറിയാം. ഹരിയേട്ടൻ മരിച്ചപ്പോൾ തന്നെ അവരെ അതെല്ലാം ആളുകൾ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ ഒന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല. ശരിയാണ്, തെറ്റ് ചെയ്തു. അവരെയെല്ലാം ധിക്കരിച്ച് സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങി വന്നു. എങ്കിലും ഇത്രയും ആയ സ്ഥിതിക്ക് അവർക്ക് തന്നോടൊന്ന് പൊറുത്തുകൂടെ? തൻ്റെ മോളെ ഒരു നോക്കെങ്കിലും ഒന്ന് വന്ന് കണ്ടുകൂടെ? അവൾ ചിന്തിക്കാതിരുന്നില്ല. ആലോചിക്കും തോറും ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ഭാരം പോലെ. എല്ലാം ശരിയാകും. മോളെ അടുത്തേക്ക് എല്ലാവരും വരുന്നൊരു സമയമുണ്ടാകും. സങ്കടപ്പെടേണ്ട. എന്നെ മോളെ അമ്മയെപ്പോലെ തന്നെ കണ്ടാൽ മതി. അവളുടെ മനസ്സിൽ എന്തെന്ന് മനസ്സിലായതുപോലെ അജിത്തിൻ്റെ അമ്മ പറഞ്ഞു. അവൾക്ക് സന്തോഷമാണോ സങ്കടമാണോ തോന്നിയതെന്നറിയില്ല. ഇത്ര കാലം എല്ലാ വേദനകളും ഒറ്റയ്ക്ക് സഹിച്ചതുകൊണ്ടാകാം ചായാനൊരു തോള് കിട്ടിയതുപോലെ അവൾ അവരുടെ തോളിലേക്ക് ചാഞ്ഞു. നിശബ്ദമായി അവൾ കരഞ്ഞു. അവളുടെ കണ്ണുനീര് അവരുടെ സാരിയെ നനച്ചു. അവരവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. അമ്മയും അവളും എന്തു ചെയ്യുകയായിരിക്കുമെന്ന ചിന്ത അവനിൽ നിറഞ്ഞു വന്നു. അമ്മയെ തനിക്കറിയാം. വേണ്ടാത്തതൊന്നും പറഞ്ഞ് അവളെ വേദനിപ്പിക്കില്ല. എങ്കിലും അവനൊന്ന് അവിടേക്ക് വന്നെത്തി നോക്കുവാൻ തോന്നി. അവൻ കുഞ്ഞിനെയും എടുത്ത് പതിയെ അടുക്കളയുടെ അടുത്തേക്ക് നടന്നു. വാതിൽക്കൽ എത്തുന്നതിന് മുൻപേ തന്നെ അവൻ കേട്ടിരുന്നു ഞങ്ങൾ വന്നത് മോൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് അമ്മ ചോദിക്കുന്നത്. അതിന് അവൾ കൊടുത്ത ഉത്തരം അവൻ്റെ മനസ്സ് നിറച്ചു. മറ്റുള്ളവർ സംസാരിക്കുന്നത് മറന്നു നിന്ന് കേൾക്കുന്നത് നല്ല സ്വഭാവമല്ല. പക്ഷേ ഇവിടെ അവരുടെ സംസാരം കേട്ടു നിൽക്കാൻ എന്തോ ഒരു സുഖം തോന്നുന്നു. അവൾ കരയുകയാണെന്ന് മനസ്സിലായതും എന്തിനോ അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവളെ ഓർത്ത് തൻ്റെ മനസ്സ് ഇത്രമേൽ വേദനിക്കുന്നതിൽ അവന് തന്നെ അത്ഭുതം തോന്നി. അവനൊന്ന് അവിടേക്ക് എത്തി നോക്കാൻ തോന്നി. നോക്കിയതും കണ്ട കാഴ്ച അവൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നതായിരുന്നു. തൻ്റെ അമ്മയുടെ നെഞ്ചിൽ ചാരി നിന്ന് കരയുന്നവൾ, അവളെ ഇരു കൈകൊണ്ടും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അമ്മ. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മോളെയും കൊണ്ട് അവൻ നേരെ ചെന്നത് ഉമ്മറത്തേക്കാണ്. മുറ്റത്തെ പൂക്കളെയും ചെടികളെയും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിലൂടെയൊക്കെ നടന്നു. അവൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുഞ്ഞിനെ ഒന്ന് നോക്കി. അവളെപ്പോലെ തന്നെയാണ്, ഒരു കുഞ്ഞു സുന്ദരി പെണ്ണ്. അവൻ അവളുടെ കവിളിൽ ചുണ്ടു ചേർത്തു. മാമനൊരു ഉമ്മ തന്നേ. അവൻ പറഞ്ഞതും കുഞ്ഞ് മടിച്ചു നിൽക്കാതെ തന്നെ അവൻ്റെ കവിളിൽ കുഞ്ഞിച്ചുണ്ട് ചേർത്തു. ഉമ്മ. ചുണ്ട് ചേർക്കുമ്പോൾ തന്നെ കുഞ്ഞ് പറഞ്ഞു. അവനൊരു ചിരിയോടെ കുഞ്ഞിൽ നിന്നും നോട്ടം മാറ്റുമ്പോഴാണ് വേലിക്കപ്പുറത്ത് നിന്ന് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരാളെ കണ്ടത്. പ്രായം ഒരു 40-നടുത്ത് വരും. അവൻ കണ്ടെന്ന് മനസ്സിലായതും അയാൾ വേഗത്തിൽ മുൻപോട്ട് നടന്നു. അതുകണ്ട് അജിത്തിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൻ തുറന്നു കിടക്കുന്ന ഉമ്മറത്തെ വാതിലിലേക്ക് നോക്കി. അമ്മ പറഞ്ഞതുപോലെ അവൾ എങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് ജീവിക്കും? ഇത്ര പെട്ടെന്ന് കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവൾ അത് ഏതു തരത്തിലായിരിക്കും എടുക്കുക എന്നും പറയാൻ പറ്റില്ല. എന്തായാലും അവളെയും കുഞ്ഞിനെയും ഇവിടെ ഇങ്ങനെ തനിച്ചു നിർത്തുന്നത് ശരിയല്ല, അവൻ്റെ മനസ്സ് പറഞ്ഞു. എന്തെങ്കിലും ഒരു വഴി എത്രയും പെട്ടെന്ന് കാണണം, അവൻ ചിന്തിച്ചു. അകത്തേക്ക് വരുമ്പോൾ ചായയും പലഹാരവുമെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ വിളിക്കാൻ വരികയായിരുന്നു, അമ്മ പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല, വെറുതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ. അപ്പോഴും അവൻ്റെ മനസ്സ് ചിന്തകൾ കൊണ്ട് എരിയുകയായിരുന്നു. അച്ചമ്മയുടെ പൊന്നു വാ, കുഞ്ഞിന് അച്ചമ്മ ചായ തരാം. കൈകാട്ടി അവർ പറഞ്ഞതും കുഞ്ഞ് അവർക്കടുത്തേക്ക് ചാടിയിരുന്നു. അജിത്ത് അവരെ രണ്ടുപേരെയും അങ്ങനെ നോക്കിയിരുന്നു. അവളുടെ നോട്ടവും അവരിൽ തന്നെയായിരുന്നു. സന്തോഷമോ സങ്കടമോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ അവളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ ഒരു ദിവസം വരാം. കുറച്ചു നേരം കൂടി കഴിഞ്ഞതും അമ്മ പറഞ്ഞു. ഉച്ചയാവാനായില്ലേ, ഊണ് കഴിച്ചിട്ട് പോകാം, അവൾ പറഞ്ഞു. അതിനായിട്ട് അമ്മ വേറൊരു ദിവസം വരാം. ഇന്ന് ചെല്ലട്ടെ, ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്, ഒന്നും കഴിഞ്ഞിട്ടില്ല, അവർ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. അച്ചമ്മ പോയിട്ട് പിന്നെ വരാട്ടോ, കുഞ്ഞിൻ്റെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് അവർ പറഞ്ഞു. വേണ്ട, പോണ്ട, അവരുടെ തോളിലേക്ക് തന്നെ ചാഞ്ഞുകൊണ്ട് കുഞ്ഞ് പറഞ്ഞു. ഇങ്ങ് വന്നേടി കുറുമ്പി, മാമൻ ചോദിക്കട്ടെ, പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിന് നേരെ കൈ നീട്ടിയതും കുഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് ചാടി. അമ്മ അവനെ തന്നെ ഒന്ന് നോക്കി. മനസ്സുകൊണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനായി കഴിഞ്ഞവനാണ്.
ഈ മാമൻ എന്ന വിളി അവളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അച്ഛനെന്ന് തന്നെയായിരിക്കും അവൻ മനസ്സുകൊണ്ട് വിളിക്കുന്നത്. അധികം വൈകാതെ തന്നെ എൻ്റെ മോനെ ഇവരുമായി കൂട്ടിച്ചേർത്തേക്കണേ ദൈവമേ. അവരൊരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ചു. പോയിട്ട് വലിയൊരു പാവയുമായി മാമൻ വേഗം വരാം. കുഞ്ഞിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. കുഞ്ഞ് വേണ്ടെന്ന് തലയാട്ടിക്കൊണ്ട് അവൻ്റെ തോളിലേക്ക് തന്നെ ചാഞ്ഞ് കഴുത്തിലൂടെ കൈയിട്ട് മുറുക്കെ പിടിച്ചു. അവൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു. അമ്മയുടെ അവസ്ഥയും മറിച്ചല്ല. അതുകണ്ട് അവൾ വേഗം വന്ന് അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാൻ നോക്കി. താനും കുഞ്ഞും അവർക്കൊരു ബുദ്ധിമുട്ടാവുകയാണോ എന്നൊരു ചിന്ത അവളിൽ ഉണർന്നു വന്നിരുന്നു ആ സമയം. ഇങ്ങു വാ കുഞ്ഞാ, അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞ് അവൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് കരഞ്ഞു. എന്തോ അത് അധിക നേരം കണ്ടു നിൽക്കാൻ അവനായില്ല. അവൻ വേഗം അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവനിൽ നിന്നും അങ്ങനെയൊരു നീക്കം അവളും അമ്മയും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കുഞ്ഞിൻ്റെ കണ്ണുകൾ പതിയെ തുടച്ചു കൊടുത്തു. എന്തിനാ പൊന്നെ കരയുന്നേ? ഞങ്ങൾ പോയിട്ട് വേഗം ഇങ്ങ് വരില്ലേ? ദേ മോള് കരഞ്ഞാൽ അമ്മയും കരയിട്ടോ. കരയാതെ അമ്മയുടെ അടുത്ത് ചെന്നേ. കുഞ്ഞിൻ്റെ കവിളിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ കരഞ്ഞാൽ കുഞ്ഞിന് സങ്കടമാകും എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. കുഞ്ഞ് അവളെ ഒന്ന് നോക്കി. അവൻ വിചാരിച്ചത് തെറ്റിയില്ല. അവൾ കുഞ്ഞിനെ നോക്കി കൈ കാണിച്ചതും കുഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നു. അച്ചമ്മ പോയിട്ട് വേഗം വരാട്ടോ. അവരും കുഞ്ഞിൻ്റെ കവിളിലൊന്ന് മുത്തി. പോട്ടെ മോളെ, പിന്നൊരു ദിവസം വരാം, അമ്മ പറഞ്ഞതും അവൾ തലയാട്ടി. അപ്പോഴേക്കും അജിത് ചെന്ന് ബൈക്കിൽ കയറിയിരുന്നു. ഹെൽമെറ്റ് തലയിലേക്ക് വെക്കുന്നതിന് മുൻപ് അവൻ്റെ നോട്ടം ഒരു നിമിഷം അവളെ തേടി ചെന്നു. അവൻ നോക്കുന്നത് അറിഞ്ഞിട്ടാകണം അവൾ അവൻ്റെ നേരെയൊന്ന് നോക്കി. പോട്ടെ എന്ന് അവൻ തലകൊണ്ട് കാണിച്ചപ്പോൾ അവൾ യാന്ത്രികമായി തന്നെ തലയാട്ടി. അവളുടെ മുഖത്തേക്ക് അധിക നേരം നോക്കി നിൽക്കാൻ അവനായില്ല. അവൻ വേഗം വണ്ടിയെടുത്ത് റോഡിലേക്ക് കയറ്റി. റോഡിൽ നിന്നാണ് അമ്മ ബൈക്കിൽ കയറിയത്. വേലിക്കലോളം അവളും ചെന്നു നിന്നു. അവരൊന്നുകൂടി അവളെ നോക്കി തലയാട്ടിയതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അവരങ്ങ് കണ്ണിൽ നിന്നും മറഞ്ഞതും അവൾ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറി വാതിലടച്ചു. അത്ര നേരം ഉണ്ടായിരുന്നൊരു സമാധാനം ഇപ്പോൾ ഇല്ലാത്തതുപോലെ, വീണ്ടും ഒറ്റയ്ക്കായതുപോലെ. ഇത്രയും ദിവസം ഒറ്റയ്ക്കായിരുന്നിട്ടും അന്നൊന്നും തോന്നാത്തതുപോലെയൊരു വല്ലാത്ത ഒറ്റപ്പെടൽ അവൾക്ക് അനുഭവപ്പെട്ടു. നീ പറഞ്ഞത് ശരിയാ മോനെ, ഇതാ നല്ലത്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. വീട്ടിൽ വന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറുമ്പോൾ അമ്മ അവനോട് പറഞ്ഞു. അവൻ അമ്മയെ ഒന്ന് നോക്കി. അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമുണ്ട്, സന്തോഷമുണ്ട്. അമ്മയ്ക്കിഷ്ടായോ? അവൻ ചോദിച്ചു. അമ്മ അവനെ ഒന്ന് നോക്കി. ആരെ? ഉള്ളിൽ നിറഞ്ഞു വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. അവിടെ വെച്ച് അവൻ്റെ നോട്ടം പലപ്പോഴും അവളിലായിരുന്നു. അമ്മയത് കാണുകയും ചെയ്തിരുന്നു. കുഞ്ഞിനെ, പിന്നെ അവളെയും, അവൻ പതിയെ പറഞ്ഞു. അതു കേട്ട് അമ്മയൊന്ന് ചിരിച്ചു. രണ്ടാളെയും എനിക്കിഷ്ടായി. അത് അവിടെ നിൽക്കട്ടെ, നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഡാ ചെറുക്ക, നിനക്കിപ്പോൾ നാണമൊക്കെ വരുമല്ലേ? അമ്മയൊരു ചിരിയോടെ തന്നെ ചോദിച്ചു. നാണമോ? എനിക്കോ? പിന്നെ നടന്നത് തന്നെ, പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അപ്പോഴും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു. അമ്മയുടെ മനസ്സും നിറഞ്ഞു. ആലത്തൂരുള്ള ആലോചനയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തെളിയാത്ത അവൻ്റെ മുഖം ഇപ്പോൾ ചുവന്നു തുടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ് ശരി, ഇത് തന്നെയാണ് നടക്കേണ്ടത്. ഓരോരുത്തർക്കും വിധിച്ചതുണ്ട്, അതേ ചേരൂ, അതേ ചേരാവൂ. ഒരു ചിരിയോടെ തന്നെ അമ്മ മനസ്സിലോർത്തു. ജോസഫേട്ട, എന്തായി, ശരിയായോ? രാത്രി ബസ് സ്റ്റാൻഡിലേക്ക് കയറ്റി ബൈക്കിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ജോസഫേട്ടൻ്റെ കോൾ വന്നത്. നാളെ ഞായറാഴ്ചയല്ലേ, മറ്റന്നാൾ മുതൽ വരാൻ പറയട്ടെ? കോള് കട്ടാകുന്നതിന് മുൻപ് അവൻ ഒന്നുകൂടി ചോദിച്ചു. അയാൾ അതേ എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവന് ആശ്വാസമായി. രാത്രി ഒരുപാട് വൈകിയതുകൊണ്ട് ദിവ്യയെ വിളിച്ചില്ല. നാളെ ഞായറാഴ്ചയല്ലേ, നേരിട്ട് ചെന്ന് പറയാം. അവളെയും കുഞ്ഞിനെയും ഒന്ന് കാണുകയും ചെയ്യാലോ, അവൻ ഓർത്തു. അമ്മയെ ജോസഫേട്ടൻ വിളിച്ചിരുന്നു. അവൾക്ക് ജോലി ശരിയായിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ കയറിക്കോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞതും അമ്മ അവനെ ഒന്ന് നോക്കി. ആണോ, നന്നായി. എന്താ ജോലി, എവിടെയാ? അമ്മ ചോദിച്ചു. വേറെ എവിടെയുമല്ല, നമ്മുടെ ഇവിടെ തന്നെ. ഇവിടെ കടവത്ത് അവർക്കൊരു ടൈൽസിൻ്റെ ഷോപ്പില്ലേ, അവിടെ അക്കൗണ്ടൻ്റ് ആയിട്ട്. ആണോ? അവൻ പറഞ്ഞതും അമ്മയുടെ മുഖമൊന്ന് വിടർന്നു. അവർക്കുള്ളിൽ ചില കാര്യങ്ങൾ തെളിഞ്ഞു വന്നു.
എന്നിട്ട് നീ ഇത് അവളോട് പറഞ്ഞോ? ഇല്ല, ഇന്ന് രാത്രിയായപ്പോഴാ ജോസഫേട്ടൻ വിളിച്ചത്. പിന്നെ വിളിക്കാൻ തോന്നിയില്ല. നാളെ പറയാം, അവൻ പറഞ്ഞു. എന്നാൽ നീയൊരു കാര്യം ചെയ്യ്, ഒന്ന് അവിടം വരെ ചെല്ല്. എന്നിട്ട് പോരുമ്പോൾ അവളെയും കുഞ്ഞിനെയും ഇങ്ങ് കൂട്ടിയിട്ട് വാ. അമ്മ പറഞ്ഞതും അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ആദ്യം പറഞ്ഞത് അവൻ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യമാണെങ്കിലും പിന്നെ പറഞ്ഞത് എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. അതെന്തിനാ? അവൻ ചോദിച്ചു. എടാ വിവരമില്ലാത്തവനെ, അവൾ ജോലിക്ക് പോയാൽ കുഞ്ഞിനെ എന്തു ചെയ്യും? ആര് നോക്കും? ഞാനുള്ളപ്പോൾ എൻ്റെ കൊച്ചിനെ പുറത്ത് എവിടെയും നോക്കാൻ ഏൽപ്പിക്കണ്ട. അവൾക്ക് ഇവിടെ അടുത്തല്ലേ ജോലി? രാവിലെ കൊച്ചിനെ എൻ്റെ അടുത്ത് ആക്കി തന്നിട്ട് അവൾ ജോലിക്ക് പോയിക്കോട്ടെ. വൈകിട്ട് വരുന്നത് വരെ ഞാൻ നോക്കിക്കോളും എൻ്റെ കൊച്ചിനെ. അമ്മ പറഞ്ഞപ്പോഴാണ് അവൻ ആ കാര്യം ഓർത്തത്. അവനൊരു ചിരിയോടെ അമ്മയെ ഒന്ന് നോക്കി. നാളെ എവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ അവൾക്ക് മറ്റന്നാൾ രാവിലെ ഇങ്ങ് പോരാലോ. നിനക്ക് നേരത്തെ ജോലിക്ക് പോവേണ്ടതല്ലേ? വഴി പറഞ്ഞു കൊടുത്താലൊന്നും നേരത്തെ അവളിങ്ങെത്തില്ല. തപ്പിപ്പിടിച്ച് എത്തുമ്പോഴേക്കും നേരം വൈകും. പറയുമ്പോൾ അവളെയും കൊച്ചിനെയും നാളെ തന്നെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ എന്ന ഉദ്ദേശത്തോടെയാണ് അമ്മ പറയുന്നതെന്ന് അവന് തോന്നി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞാൻ അവളോട് പറയാം, അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. പിന്നെ ഉച്ചയാകാനൊന്നും നിൽക്കണ്ട, രാവിലെ തന്നെ ചെന്ന് കൂട്ടിക്കൊണ്ടു വരണം, കേട്ടല്ലോ? അമ്മ പറഞ്ഞതും അവനൊരു മൂളലോടെ അമ്മയെ ഒന്ന് നോക്കി. ഇപ്പോൾ അമ്മയുടെ വാക്കും പ്രവൃത്തിയും കണ്ടാൽ അമ്മയ്ക്കാണ് അവരെ ഏറ്റവും ഇഷ്ടമെന്ന് തോന്നും. എടാ, എന്തൊരുക്കാ ഇത്? മതി ഒരുങ്ങിയത്. വേഗം ചെന്ന് അവരെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. രാവിലെ കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുടി ചീകുന്നവനെ കണ്ട് അമ്മ പറഞ്ഞു. അമ്മയുടെ തിരക്ക് കണ്ടാൽ ഇപ്പോൾ തന്നെ അവളെ ഈ വീടിൻ്റെ മരുമകളാക്കുമെന്ന് തോന്നുമല്ലോ. അവനൊരു ചിരിയോടെ തന്നെ ചോദിച്ചു. ആ കുട്ടി സമ്മതിക്കുമെന്നുണ്ടേൽ ഇപ്പോൾ വേണേലും ഞാനത് ചെയ്യും, അമ്മ കാര്യമായി തന്നെ പറഞ്ഞു. പറയുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. നിന്ന് കളിക്കാതെ ചെല്ലാൻ നോക്ക്. എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാൻ കൊതിയായി. ഉണ്ടക്കണ്ണുകൾ വിടർത്തി പൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞിനെ ഓർമ്മ വന്നതുപോലെ അവർ പറഞ്ഞു. തിരക്ക് പിടിക്കേണ്ട, പോവാണ്, ദേ ഇറങ്ങി. പറഞ്ഞുകൊണ്ട് അവൻ പേഴ്സെടുത്ത് പോക്കറ്റിൽ വെച്ചു. ശേഷം ഫോണും ബൈക്കിൻ്റെ താക്കോലും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവൻ ബൈക്കിൽ കയറി. അവൻ പോകുന്നതും നോക്കി അവർ ആ ഉമ്മറത്ത് തന്നെ നിന്നു. ആ കുട്ടിക്കുറുമ്പിയെ വാരിയെടുക്കാൻ അവരുടെ ഉള്ളം തുടിച്ചുകൊണ്ടിരുന്നു. അടങ്ങിയിരിക്കു കുഞ്ഞാ. കുഞ്ഞിന് മുത്താറിപ്പൊടിയുടെ കുറുക്ക് കൊടുക്കുകയാണ് ദിവ്യ. അവളുടെ ഇടുപ്പിൽ ഇരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. കൊടുക്കുന്നതെല്ലാം തുപ്പിക്കളയുകയാണ് കാന്താരി. കുഞ്ഞെന്നും കുടിക്കുന്നതല്ലേ, എന്നിട്ട് ഇന്നെന്താ ഇങ്ങനെ? ഒരു സ്പൂൺ പോലും മര്യാദയ്ക്ക് കുടിച്ചില്ലല്ലോ, അവൾ പറയുന്നുണ്ട്. അതു കേട്ട് കുഞ്ഞ് ചിരിക്കും. അപ്പോൾ ചുണ്ടിലായിരിക്കുന്ന കുറുക്ക് കവിളിലും കയ്യിലും മേലൊക്കെയാകും. ദേ അമ്മയ്ക്ക് ദേഷ്യം വരുവേ കുഞ്ഞാ, അവൾ പറഞ്ഞു. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നെ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നത് മുൻപിൽ നിൽക്കുന്ന അജിത്തിനെയാണ് കാണുന്നത്. കോളിംഗ് ബെൽ കേട്ടപ്പോൾ തന്നെ അവൾ അജിത്തായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കണം. വേറെ ആരും തിരക്കി വരാനില്ലല്ലോ. ബാങ്കിൽ പണം അടിച്ചതുകൊണ്ട് തന്നെ അവരും വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഞെട്ടലൊന്നും ഉണ്ടായില്ല. അവളൊന്ന് അവനെ നോക്കി ചിരിച്ചു. അവളെ നോക്കി ചിരിച്ച ശേഷം അവൻ്റെ നോട്ടം ചെന്നത് അവളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിലാണ്. കയ്യിലും മുഖത്തുമെല്ലാം കുറുക്കാണ്. അവൾ അവൻ്റെ നേരെ കൈ നീട്ടി ചാടിയതും ദിവ്യ കുഞ്ഞിനെ തടഞ്ഞു. മേലപ്പടി കുറുക്കാണ്, ഞാൻ കഴുകിച്ചിട്ട് വരാം, ഇരിക്കിട്ടോ പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. അവർ പോകുന്നതും നോക്കി അവൻ ആ കസേരയിലിരുന്നു. അവൻ കയ്യിൽ കരുതിയിരുന്ന 2 കവറും മേശപ്പുറത്തേക്ക് വെച്ചു. ഒന്നിൽ ഫ്രൂട്ട്സും മറ്റേതിൽ കുഞ്ഞിനുള്ള കളിപ്പാട്ടവുമാണ്. അവൾ കുഞ്ഞിനെ കഴുകിച്ച് ഉടുപ്പ് മാറ്റിക്കൊടുത്ത് ഹാളിലേക്ക് വരുമ്പോൾ കാണുന്നത് മേശപ്പുറത്തിരിക്കുന്ന കവറുകളാണ്. ഇന്നും കളിപ്പാട്ടമുണ്ട്. അവൾക്കൊരു വേദന തോന്നി. അവൾ കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇങ്ങ് വന്നേടി പൊന്നെ, എത്ര ദിവസമായി എൻ്റെ മുത്തിനെ കണ്ടിട്ട് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിൻ്റെ കവിളിലൊന്ന് മുത്തി. കുഞ്ഞ് കൊഞ്ചി ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിലും ചുണ്ടമർത്തി. എന്തിനാ എപ്പോഴും വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങുന്നേ? അവൾക്ക് ചോദിക്കാതിരിക്കാൻ ആയില്ല. എന്നാൽ അതിനവനൊന്നും പറഞ്ഞില്ല. തൻ്റെ മനസ്സിൽ ഇവർക്കുള്ള സ്ഥാനം എന്തെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. മോള് കഴിച്ചു കഴിഞ്ഞിരുന്നോ? അവൻ ചോദിച്ചു. ഇല്ല, ഇന്നെന്തോ മര്യാദയ്ക്ക് ഒരു സ്പൂൺ പോലും കുടിച്ചില്ല. അല്ലെങ്കിൽ എന്നും ഒരിത്തിരിയെങ്കിലും കുടിക്കുന്നതാ. ഇന്നെന്ത് പറ്റിയോ ആവോ, അവൾ പറഞ്ഞു. ഇങ്ങതാ, ഞാൻ കൊടുക്കാം, അവൻ പറഞ്ഞു. വേണ്ട, ഇവൾ ഷർട്ടിലൊക്കെ ആക്കും, അവളൊരു വെല്ലായ്മയോടെ തന്നെ പറഞ്ഞു.
സാരമില്ല, ഞാൻ നോക്കിക്കൊടുത്തോളാം, അവൻ പറഞ്ഞു. മാമൻ തന്നാൽ കുടിക്കില്ലേ? ദേ, ഈ കവറിൽ ഒരു സാധനമുണ്ട്. നല്ല കുട്ടിയായി കുടിക്കുമെങ്കിൽ അത് തരാം. അവൻ പറഞ്ഞതു കേട്ട് പെണ്ണിന്റെ കണ്ണുകൾ വിടർന്നു. അവൾ കുടിക്കാമെന്ന് തലയാട്ടി. അവൻ വേഗം കവറ് തുറന്ന് അതിൽ നിന്നൊരു കളിക്കുന്ന കാറ് കയ്യിലെടുത്തു. അതു കണ്ട് കുഞ്ഞത് വേഗം കയ്യിലാക്കി. ഇങ്ങ് താ, ഞാൻ കൊടുക്കാം. അവൻ വീണ്ടും അത് തന്നെ പറഞ്ഞതും അവൾ വേറെ ഒരു പാത്രത്തിലേക്ക് കുറുക്കൊഴിച്ച് അവന് കൊണ്ടുകൊടുത്തു. കുഞ്ഞ് മേശപ്പുറത്തു കൂടെ കാറുരുട്ടി കളിക്കുമ്പോൾ അവൻ ഓരോ സ്പൂണായി കുഞ്ഞിവായിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. ജോസഫേട്ടൻ വിളിച്ചിരുന്നു. തൻ്റെ ജോലിക്കാര്യം ശരിയായിട്ടുണ്ട്. കുഞ്ഞിന് കുറുക്ക് കൊടുക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അതു കേട്ട് അവളുടെ കണ്ണൊന്ന് വിടർന്നു. അവൾക്കുള്ളിലൊരു തണുപ്പ് നിറഞ്ഞു. ആണോ? എവിടെയാ? എന്താ ജോലി? അവൾ ഒരു ശ്വാസത്തിൽ തന്നെ ചോദിച്ചു. അതു കേട്ട് അവനൊന്ന് ചിരിച്ചു. താൻ ബികോം അല്ലേ പഠിച്ചേ? അതിന് പറ്റിയ ജോലി തന്നെയാ. അക്കൗണ്ടന്റ് ആണ്. പിന്നെ സ്ഥലം അധികം ദൂരത്തൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാ. അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. നാളെ തന്നെ ജോലിക്ക് കയറണം. അവിടെ ഒരു ചേച്ചിയുണ്ട്. താൻ മറന്നുപോയതൊക്കെ അവർ പറഞ്ഞു തന്നോളും. അതോർത്ത് പേടിക്കണ്ട. അതു കേട്ടതും അവൾക്കുള്ളിലേക്ക് ഓടി വന്നത് കുഞ്ഞിപ്പെണ്ണിന്റെ മുഖമാണ്. കുഞ്ഞിനെ എന്തു ചെയ്യും? എന്തേ, തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളുടെ മുഖത്തെ വല്ലായ്മ കണ്ടതും അവൻ ചോദിച്ചു. അത് മോളെ എന്തു ചെയ്യും? പറ്റിയൊരു ഡേ കെയർ കണ്ടുപിടിക്കണമെങ്കിൽ സമയമാകില്ലേ? അവൾ പറഞ്ഞു. അവളുടെ മനസ്സിലെ ആദ്യം മനസ്സിലായതും അവനൊന്ന് ചിരിച്ചു. അതിന് വേറെ സ്ഥലമൊന്നും നോക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീടിനടുത്താണ്. രാവിലെ ജോലിക്ക് കയറുന്നതിന് മുൻപ് താൻ വീട്ടിൽ വന്ന് മോളെ അമ്മയെ ഏൽപ്പിച്ചാൽ മതി. അമ്മ നോക്കിക്കോളും. വൈകിട്ട് വരുമ്പോൾ നിനക്ക് കൂട്ടിയിട്ട് പോരാം. അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. എന്തേ, കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കാൻ പേടിയുണ്ടോ? അവൻ ചോദിച്ചു. ഏയ്, അതല്ല, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. നല്ല കഥ. നിനക്കറിയോ, നിനക്ക് ജോലി ശരിയായെന്ന് അറിഞ്ഞപ്പോൾ അമ്മയാ എന്നോട് ഇങ്ങോട്ട് ഇത് പറഞ്ഞത്. മോളെ ദിവസം മുഴുവൻ കയ്യിൽ കിട്ടുന്നത് ആലോചിച്ച് ത്രില്ലടിച്ചിരിക്കുകയാ അമ്മ. അവൻ പറഞ്ഞതും അവൾ അവരെ ഒന്ന് ഓർത്തു. ശരിയാണ്, അന്ന് വന്നപ്പോൾ മുതൽ പോകുന്നത് വരെ അച്ചമ്മയുടെ പൊന്നേ എന്നും പറഞ്ഞ് കയ്യിൽ നിന്നും താഴെ വെച്ചിട്ടില്ല. ഞാൻ നിങ്ങളോടിതിന് എങ്ങനെയാ? അവൾ പറഞ്ഞു വന്നതും അവൻ അവളെ തടഞ്ഞു. നന്ദി പറയാനാണെങ്കിൽ ഇപ്പോൾ സമയമില്ല. അതിനൊക്കെ പിന്നീട് സമയം തരാം. അമ്മ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ തന്നെയും മോളെയും കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ്. അവൻ പറഞ്ഞതും കാര്യം മനസ്സിലാവാത്തതുപോലെ അവൾ അവനെ ഒന്ന് നോക്കി. ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങും. അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ വന്ന് കൂട്ടിയേനെ. ഇന്ന് വന്നാൽ സ്ഥലം കാണിച്ചു തരാം. പിന്നെ നാളെ നിനക്കങ്ങ് ചെന്നാൽ മതിയല്ലോ. അവൻ പറഞ്ഞതും അവളൊന്ന് സമ്മതമെന്നോണം തലയാട്ടി. ദേ കണ്ടോ, മോള് മൊത്തം കുടിച്ചു കഴിഞ്ഞു. പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിപ്പെണ്ണിന്റെ കവിളിലൊന്ന് പിടിച്ചു. അവൾ വന്ന് കുഞ്ഞിനെ എടുത്തു. ചോറ് വെച്ചിരുന്നോ? അവൻ ചോദിച്ചു. ഇല്ല, വെക്കാൻ പോവുമായിരുന്നു. ആ, എന്നാ വെക്കേണ്ട, വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം, അവൻ പറഞ്ഞു. തടസ്സം പറയാൻ അവൾക്ക് തോന്നിയില്ല. ചായ എടുക്കട്ടെ? അവൾ ചോദിച്ചു. വേണ്ട, ഞാൻ കുടിച്ചിട്ടാ വന്നത്, അവൻ പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് പാത്രമെടുത്ത് അടുക്കളയിലേക്ക് ചെന്നു. പാത്രം അവിടെ വെച്ച ശേഷം മുറിയിലേക്ക് വന്നു. കുഞ്ഞിനെ മുഖമെല്ലാം കഴുകിച്ച് ഉടുപ്പ് മാറ്റിച്ച ശേഷം അവൾ ഹാളിലേക്ക് തന്നെ വന്ന് കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ശേഷം അടുക്കളയിലേക്ക് ചെന്ന് പാത്രമെല്ലാം കഴുകി വെച്ചു. മുറിയിലേക്ക് വരുമ്പോൾ കണ്ടു ഹാളിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്നവനെ. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ അവൾ മുറിയിൽ കയറി വാതിലടച്ചു. അജിത്ത് കുഞ്ഞുമായി ഹാളിൽ തന്നെ ഇരുന്നു. ഉമ്മറത്തേക്ക് ചെല്ലാനോ മുറ്റത്തേക്കിറങ്ങാനോ അവന് തോന്നിയില്ല. അന്നത്തേതുപോലെ ഇനി ആരെങ്കിലും നോക്കി നിന്ന് അതും ഇതും പറഞ്ഞുണ്ടാക്കേണ്ടല്ലോ എന്നു കരുതി. കുറച്ചു കഴിഞ്ഞതും വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് വന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തലയുയർത്തി നോക്കിയ അവൻ അവളെ കണ്ട് ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നുപോയി. യാതൊരു ചമയങ്ങളുമില്ലാതെ കറുത്ത ചുരിദാറിൽ സുന്ദരിയായിരിക്കുന്നവൾ. കണ്ണുപോലും എഴുതാതെ, ഒരു പൊട്ടുപോലും തൊടാതെ, ഒരു റോസാപ്പൂ പോലെ ഒരു പെണ്ണ്. മുടി വെറുതെ ക്രാബിട്ട് വെച്ചിട്ടുണ്ട്. പോകാം. അവൾ അത് പറഞ്ഞപ്പോഴാണ് അവൻ അവളെന്ന ലോകത്തു നിന്ന് പുറത്തെത്തിയത്. അവൾ പിന്നെ വല്ലപ്പോഴും മാത്രമേ അവൻ്റെ മുഖത്തേക്ക് നോക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ നോക്കിയതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവൻ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നതും അവളും ലൈറ്റും ഗ്യാസും എല്ലാം ഓഫാക്കിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. വാതിൽ പൂട്ടി അവൾ വരുമ്പോഴേക്കും അവൻ മുറ്റത്തേക്കിറങ്ങിയിരുന്നു.
അവൾ ചെന്ന് കുഞ്ഞിൻ്റെ തലയിൽ ഒരു തൊപ്പിയിട്ട് കൊടുത്തു. തന്നോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ ഉയർന്നു വരുന്ന നെഞ്ചിടിപ്പോടെ അവൻ നോക്കി നിന്നുപോയി. ശേഷം അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവൾ അകന്നു മാറിയപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. അവൻ പതിയെ വണ്ടി റോഡിലേക്ക് കയറ്റി. അവളുടെ കയ്യിലൊരു ബാഗുണ്ട്. കുഞ്ഞിൻ്റെ ഒരുടുപ്പും വെള്ളക്കുപ്പിയും അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ. തിരിച്ച് ബസ്സിനാണ് വരുന്നതെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു കുടയും കൂടെ കരുതിയിട്ടുണ്ട്. അവൾ അവന് പിറകിലായി കയറിയിരുന്നു. കുഞ്ഞിനെ നടുവിലായി ഇരുത്തിയിട്ടുണ്ട്. ഹരിയുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ ഇരുത്തി ശീലമാണ്. കുഞ്ഞിനും അത് ശീലമുള്ളതുകൊണ്ട് അവൾ അടങ്ങി ഒതുങ്ങിയിരുന്നു. കുഞ്ഞിപ്പെണ്ണിൻ്റെ 2 കുഞ്ഞിക്കൈയും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അജിത്തിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അതറിഞ്ഞതും അജിത്തിൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അവൻ്റെ ഉള്ളിലൊരു തണുപ്പ് വീണു. തന്നോട് പറ്റിച്ചേർന്നിരിക്കുന്ന തൻ്റെ കുഞ്ഞ്, അതിനു പിറകിൽ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. അങ്ങനെ ചിന്തിക്കാനാണ് അവന് തോന്നിയത്. അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. കുഞ്ഞിനെ മുറുക്കെ പിടിച്ചേക്കണേ, ഒരു അച്ഛൻ്റെ കരുതൽ എന്ന പോലെ അവൻ പറഞ്ഞു. പിടിച്ചിട്ടുണ്ട്, അവൾക്ക് ഇങ്ങനെ ഇരുന്ന് ശീലമുണ്ട്. ദിവ്യ പറഞ്ഞതും എന്തോ അവനൊരു ചെറിയ സങ്കടം തോന്നി. തനിക്ക് മുൻപ് ഇവർക്ക് വേറെയൊരു അവകാശി ഉണ്ടായിരുന്നു എന്നവൻ്റെ ഉള്ളം ഓർത്തു. പതുക്കെ പോയാൽ മതിയിട്ടോ, അന്നത്തെ ആ അപകടത്തിൻ്റെ ഓർമ്മയിൽ അവൾ പറഞ്ഞു. അന്നായിരുന്നു അവൾ അവസാനമായി ബൈക്കിൽ കയറിയിരുന്നത്. അന്ന് ആ ബസ് ഓടിച്ച ആളുടെ കൂടെയായിരിക്കും അടുത്ത യാത്രയെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അവൾ അവൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ചിലരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ഒരുവിധം ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. ഹരി മരിച്ച ശേഷം അവളുടെ വീട്ടിൽ ഇടയ്ക്ക് കാണുന്ന ബൈക്കും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വണ്ടി അങ്ങ് കടന്നുപോയതും ആളുകൾ ഊഹിച്ചുമല്ലാതെയും പലതും പറയാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞും. അങ്ങനെ മാത്രമേ അവരെ അറിയാത്തവർ ആര് കണ്ടാലും പറയുകയുള്ളൂ. അത് അങ്ങനെ തന്നെയായിരുന്നു. എത്താനായില്ലേ മോനെ ഇതുവരെ? ഇടയ്ക്ക് 2-3 പ്രാവശ്യം അമ്മ അവനെ ഫോൺ വിളിച്ച് ചോദിച്ചു. അവസാനം എത്താനായെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അവർ ഉമ്മറത്ത് തന്നെ അവരെ കാത്തിരുന്നു. ഇടവഴിയിൽ നിന്നേ കണ്ടു ഉമ്മറത്ത് അവരെയും കാത്തെന്ന പോലെ ഇരിക്കുന്ന അമ്മയെ. 3 പേരും ഒരുമിച്ച് വണ്ടിയിൽ വന്നിറങ്ങുന്നത് അവരൊരു തരം സന്തോഷത്തോടെയാണ് നോക്കിക്കണ്ടത്. വണ്ടി വന്നു നിൽക്കുമ്പോഴേക്കും അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. വെയിൽ കൊള്ളാതിരിക്കാൻ അവൾ കുഞ്ഞിനൊരു തൊപ്പി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്നും ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം കണ്ടെടുക്കാൻ തന്നെ പ്രയാസമാണെന്ന് അവർക്ക് തോന്നി. അച്ചമ്മേൻ്റെ കുഞ്ഞ് വന്നോ? കൊഞ്ചി ചോദിച്ചുകൊണ്ട് അവരവളെ കയ്യിലെടുത്തു. അവൾ അവരെ നോക്കി കൊഞ്ചിച്ചിരിച്ചു. അമ്മ കുഞ്ഞിപ്പെണ്ണിൻ്റെ തലയിൽ നിന്നും തൊപ്പിയൂരിയതും വിയർത്തു കുളിച്ച കുഞ്ഞിൻ്റെ തലയാണ് കണ്ടത്. എടാ ചെറുക്ക, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കാതെ കൊണ്ടുവരണമെന്ന്? കുഞ്ഞിൻ്റെ തലയിലെ വിയർപ്പ് തുടച്ചു കൊടുത്തുകൊണ്ട് അമ്മ അവനോട് ചോദിച്ചു. വേണമെന്ന് വെച്ചിട്ടാണോ? നടു റോഡിൽ പിന്നെ വെയിലല്ലാതെ? അവൻ പതിയെ പറഞ്ഞു. അവരമ്മയും മോനും തമ്മിലുള്ള അത്തരം സംസാരം അവൾ ആദ്യമായി കേൾക്കുകയാണ്. അവളൊരു ചിരിയോടെ അവരെ തന്നെ നോക്കി നിന്നു. മോളു വാ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ. സമയം ഒരുപാട് ആയില്ലേ, നമുക്കാദ്യം ഊണ് കഴിക്കാം. അമ്മ നിങ്ങളെ കാത്തിരിക്കായിരുന്നു, അവരവളോട് പറഞ്ഞു. എല്ലേടി പൊന്നെ, നമുക്ക് മാമുണ്ണാം. കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞി വയറിൽ മുഖമൊരുട്ടി ഇക്കിളിയാക്കിക്കൊണ്ട് അമ്മ അവളെ വീണ്ടും കൊഞ്ചിച്ചു. ഇക്കിളിയായതുകൊണ്ടാകണം അവൾ നിർത്താതെ ചിരിച്ചു. അവളുടെ ചിരിയാകെ അവിടം നിറഞ്ഞു നിന്നു. അമ്മ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറിയതിൻ്റെ പിന്നാലെ അവളും അകത്തേക്ക് കയറി. അതിൻ്റെ പിറകെയാണ് അജിത്ത് കയറിയത്. തൻ്റെ വീട്ടിലേക്ക് അവൾ വലതുകാല് വെച്ച് കയറുന്നത് അവൻ നോക്കിക്കണ്ടു. അമ്മയും ശ്രദ്ധിച്ചിരുന്നു അവൾ തങ്ങളുടെ വീടിൻ്റെ പടി കയറി വരുന്നത്. മീൻ കറി വെച്ചതും പൊരിച്ചതും പച്ചക്കറിയും ഉപ്പേരിയും പപ്പടവും അങ്ങനെ ഒത്തിരി കൂട്ടം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ചൂരമീൻ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിന് കഴിക്കാൻ എരിവില്ലാതെ തന്നെ അവർ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പേരിയും പപ്പടവും മീൻ പൊരിച്ചതും കൂട്ടി അവർ തന്നെയാണ് കുഞ്ഞിന് ചോറ് കൊടുത്തത്. ഇതെല്ലാം കാണുമ്പോൾ ദിവ്യയുടെ കണ്ണു നിറഞ്ഞിരുന്നു. തങ്ങളുടെ ആരുമല്ല ഇവർ, എന്നിട്ടും സ്വന്തം പോലെ കരുതുന്നു. തിരിഞ്ഞു നോക്കേണ്ട പലരുടെയും മുഖം അവൾക്ക് ഓർമ്മ വന്നു. അതിൽ അവളെ പ്രസവിച്ച സ്വന്തം അമ്മയും ഉണ്ടായിരുന്നു. ഹൃദയം ഒരു ഭാഗത്ത് വേദനിക്കുമ്പോൾ മറുഭാഗം സന്തോഷം കൊണ്ട് നിറഞ്ഞു. മോൾക്ക് ഇങ്ങോട്ടുള്ള വഴി മനസ്സിലായില്ലേ? നാളെ തനിച്ചു വരില്ലേ? കഴിക്കുന്നതിനിടയിൽ അമ്മ അവളോട് ചോദിച്ചു. നോക്കി വെച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. അമ്മ അവൾക്ക് വരേണ്ട വഴി കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തു. നാളെ മോളിങ്ങ് നേരത്തെ വന്നാൽ മതി.
അമ്മ കൂടെ വരാം. അതാവുമ്പോൾ ചോദിക്കാനും പറയാനും മോൾക്ക് ഒരാളുണ്ടെന്ന ചിന്തയുണ്ടാവും അവിടുള്ളവർക്ക്. ഇന്ന് അവിടെ അടച്ചിട്ടിരിക്കല്ലേ, നമുക്ക് നാളെ പോവാം, അമ്മ പറഞ്ഞു. അവളൊന്ന് തലയാട്ടി. വൈകുന്നേരമാണ് അവരവിടെ നിന്നും ഇറങ്ങിയത്. പഴം പുഴുങ്ങിയതും മറ്റുമായി വേണ്ടുവോളം ആഹാരം അമ്മ കുഞ്ഞിനെ കഴിപ്പിച്ചു. തൻ്റെ കുഞ്ഞിന് ഇതുവരെ കിട്ടാത്ത സന്തോഷങ്ങളും സ്നേഹവും കിട്ടുന്നത് അവൾ ഒരു തരം സന്തോഷമോ സങ്കടമോ എന്നറിയാത്തൊരു ഭാവത്തോടെ നോക്കിക്കണ്ടു. അജിത്തിനും അവർക്കൊപ്പം ഏറെ നേരം ഇരിക്കണമെന്നുണ്ട്. എന്നാൽ അവൾക്കത് എന്തെങ്കിലും വല്ലായ്മയുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം അല്പനേരം അവരെ നോക്കിയിരുന്ന ശേഷം അവൻ അകത്തേക്ക് വന്നു കിടന്നു. എങ്കിലും അവൻ്റെ കണ്ണും കാതും തുറന്നു തന്നെയിരുന്നു. അവരുടെ സംസാരവും കളിയും ചിരിയും അവൻ്റെ കാതിൽ നിറഞ്ഞു നിന്നു. തൻ്റെ പെണ്ണും കുഞ്ഞും തൻ്റെ വീട്ടിൽ. അവൻ്റെ മനസ്സ് നിറഞ്ഞു. ഡാ മോനെ, സമയായി, അവരെ കൊണ്ടുചെന്ന് വിട്ടിട്ട് വാ. അവരുടെ സംസാരം കേട്ട് അജിത്ത് എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയിരുന്നു. അപ്പോഴാണ് അമ്മ വന്നവനെ വിളിച്ചത്. അമ്മയുടെ വിളി കേട്ടവൻ കണ്ണു തുറന്നു. ചെല്ല്, അവര് നിന്നെ കാത്തു നിൽക്കുക, അമ്മ പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു. ഒന്ന് ഫ്രഷായി പുറത്തേക്ക് വരുമ്പോൾ തന്നെയും കാത്ത് ഉമ്മറത്ത് നിൽക്കുന്നവരെ കണ്ടു. അമ്മയുടെ കയ്യിലാണ് കുഞ്ഞ്. അവൻ ചെന്ന് കുഞ്ഞിനെ ഒന്ന് എടുത്തു. നീ പോകുവാണോടാ പൊന്നേ, അവൻ കുഞ്ഞിനോട് ചോദിച്ചു. കുഞ്ഞവൻ്റെ കവിളിലൊന്ന് ചുണ്ടമർത്തി. നാളെ നേരത്തെ പോന്നേക്കണേ മോളെ. ചായ ഒന്നും ഉണ്ടാക്കേണ്ട, ഇവിടെ വന്നിട്ട് കുടിക്കാം. എന്തേലും സംശയമുണ്ടേൽ ഇവനെ വിളിച്ചാൽ മതി. ഇവൻ്റെ നമ്പർ മോളെ കയ്യിലില്ലേ, അമ്മ പറഞ്ഞു. അവളൊന്ന് തലയാട്ടിയതേയുള്ളൂ. ഇനി ചെന്നിട്ട് ഒന്നും ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞ് രാത്രിയിലേക്കുള്ള ഭക്ഷണം പോലും അവർ പൊതിഞ്ഞുകെട്ടി തന്നിരിക്കുന്നു. ഇവരെന്തിനാണ് തങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് അവൾ വീണ്ടും ഓർത്തു. പോവാം, അവൻ പറഞ്ഞതും അമ്മയും അവൾക്കൊപ്പം ബൈക്കിനരികിലേക്ക് നടന്നു. അവൾ കയറിയിരുന്ന ശേഷം കുഞ്ഞിനെ അമ്മ അവർക്ക് നടുവിലായി ഇരുത്തിക്കൊടുത്തു. നാളെ വേഗം വന്നേക്കണേ പൊന്നേ, പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിൻ്റെ കയ്യിലൊന്ന് ചുണ്ടമർത്തി. അവർ 3 പേരും ഒരുമിച്ചങ്ങനെ പോകുന്ന കണ്ണിനേറെ കുളിർമയുള്ള ആ കാഴ്ച കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവരങ്ങനെ നോക്കി നിന്നു. അവളെയും കൊണ്ട് അവൻ തിരിച്ചു വരുന്നത് കണ്ട ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു. എവിടെയൊക്കെ കൊണ്ടു നിരങ്ങിയിട്ടാ വരുന്നതെന്ന് ആർക്കറിയാം. ഇനിയിപ്പോ എന്തും ആവാലോ, ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാലോ. അവൾക്ക് നമ്മളെയൊന്നും പിടിക്കില്ലല്ലോ. നമുക്കില്ലാത്ത എന്ത് കോപ്പാണാവോ അവന് മാത്രമുള്ളത്. നമുക്കും ഒരു ദിവസം വരും. അവിടെ കൂടിയിരുന്ന കുറച്ചു പേർ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു. ഇറങ്ങുന്നില്ലേ, വീട്ടിനു മുൻപിൽ ചെന്ന് വണ്ടി നിർത്തി ഇറങ്ങാതിരിക്കുന്ന അവനെ കണ്ട് അവൾ ചോദിച്ചു. ഇല്ല, കേറുന്നില്ല. നാളെ നീയങ്ങ് വരില്ലേ, അവൻ ചോദിച്ചു. വന്നോളാം, അവൾ പറഞ്ഞു. എന്തേലും ഡൗട്ടുണ്ടെൽ വിളിച്ചോ, പിന്നെ ഇത് കയ്യിൽ വെച്ചോ, പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്നും 2 200-ന്റെ നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. വേണ്ട, അന്ന് തന്ന പൈസ കയ്യിലുണ്ട്, അവൾ വേണ്ടെന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. സാരമില്ല, വെച്ചോ, അവൻ വീണ്ടും പറഞ്ഞു. സത്യമായിട്ടും എൻ്റെ കയ്യിൽ അന്ന് ആദ്യം വന്നപ്പോൾ തന്ന പൈസയുണ്ട്. ഉള്ളപ്പോൾ പിന്നെയും എന്തിനാ, അവൾ അങ്ങനെ പറഞ്ഞതും പിന്നെ അവനൊന്നും പറഞ്ഞില്ല. അവൻ ആ പൈസ പോക്കറ്റിലേക്ക് തന്നെ വെച്ചു. കുഞ്ഞാ, നാളെ നേരത്തെ വന്നേക്കണം, അച്ചമ്മ കാത്തു നിൽക്കും, അവൻ അവളുടെ കുഞ്ഞിക്കവിളിലൊന്ന് ചൂണ്ടുവിരലാൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. പോട്ടെ, പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അവൻ പോകുന്നതും നോക്കി അവൾ അങ്ങനെ നിന്നു. ഓ, നിനക്ക് നമ്മളെ മാത്രമല്ലേ പിടിക്കാത്തതുള്ളൂ, അവനോട് പൈസ പോലും വാങ്ങുന്നില്ല. നടക്കട്ടെ നടക്കട്ടെ. അവൻ അങ്ങ് പോയതും അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും ആ സംസാരം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കാതെ തന്നെ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഹരിയേട്ടൻ പോയ അന്ന് തൊട്ട് തുടങ്ങിയ ശല്യമാണ്, നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും. അവൾ വേഗം അകത്തു കയറി വാതിലടച്ചു. അജിത്ത് തിരിച്ചു പോകുമ്പോൾ കണ്ടിരുന്നു റോഡിന് സൈഡിലായി മുളകൊണ്ട് കെട്ടിയിരിക്കുന്ന ഏറുമാടത്തിലിരുന്ന് തന്നെ നോക്കുന്നവരെ. അവർക്കരികിൽ എത്തിയതും അവൻ ഒന്നുകൂടി ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടി. പിറ്റേന്ന് അവൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. ചായ വീട്ടിൽ നിന്നും തന്നെ കുടിച്ചിരുന്നു. കുഞ്ഞിനുള്ള 2-3 ഉടുപ്പുകൾ ഒരു കവറിലാക്കി. പൊട്ടിക്കാത്ത ഒരു പേക്ക് അമൃതം പൊടിയും എടുത്തു പിടിച്ചു. അവളുടെ സർട്ടിഫിക്കറ്റ്സ് കൂടി എടുത്തുകൊണ്ട് അവൾ വീട് പൂട്ടിയിറങ്ങി. ഇന്നെന്താ അവൻ കൂട്ടാൻ വന്നില്ലേ? ഈ ചെറിയ കുഞ്ഞിനെയും വെച്ച് ഇവരെങ്ങനെ കാര്യം നടത്തുന്നോ ആവോ? കുഞ്ഞിനെയും കൊണ്ട് രാവിലെ തന്നെ നടന്നു പോകുന്ന അവളെ കണ്ട് ഒരു പണിക്കും പോകാതെയിരിക്കുന്ന ആ ആളുകൾ പറഞ്ഞു. അവൾ കേൾക്കാൻ തക്കവണ്ണം കുറച്ച് ഉറക്കെ തന്നെയായിരുന്നു അവരത് പറഞ്ഞത്. അവൾ അത് കേട്ടെങ്കിലും തിരിച്ചൊന്നും പറയാൻ പോയില്ല.
അല്ലെങ്കിലും മറുപടി കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള ആളുകളും ആയിരുന്നില്ല അവർ. അവൾക്കും അത് നന്നായി അറിയുമായിരുന്നു. താൻ എന്തെന്ന് ദൈവത്തിന് നന്നായി അറിയാം. എന്തിനാണ് പോകുന്നതെന്നും. തനിക്കത് മതി. തെറ്റ് ചെയ്യാത്തിടത്തോളം ആരെയും പേടിക്കണ്ട. തനിക്ക് ജീവിക്കണം, തൻ്റെ കുഞ്ഞിനു വേണ്ടിയെങ്കിലും. അവൾ കുറച്ചുകൂടി വേഗത്തിൽ നടന്നു. ബസ്സിറങ്ങി അജിത്തിൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ചിന്തിക്കുകയായിരുന്നു, ഇതുവരെ അറിയുക പോലുമില്ലാത്ത ആളുകൾ എത്ര പെട്ടെന്നാണ് സ്വന്തം ബന്ധത്തേക്കാൾ അടുത്തവരായതെന്ന്. ഇടവഴിയിൽ നിന്നും തന്നെ കണ്ടു തങ്ങളെ കാത്തു നിൽക്കുന്ന അമ്മയെ. അവളെ കണ്ടതും അവർ വേഗം ഇടവഴിയിലേക്ക് വന്ന് കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്നു. ചായയും രാവിലെ കുടിച്ചിട്ടാണ് വന്നതെന്നറിഞ്ഞ് അവരവളെ സ്നേഹത്തോടെ വഴക്കു പറഞ്ഞു. അവൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു അവർ. നിർബന്ധിച്ച് അവരവളെ ചായ കുടിപ്പിച്ചു. കുഞ്ഞിനും അവർ തന്നെയാണ് ചായ കൊടുത്തത്. ചോറ് അവൾ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കറിയും ഉപ്പേരിയും എല്ലാം അവരൊരു പാത്രത്തിലാക്കി കൊടുത്തു. അധികം വൈകാതെ തന്നെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങി. അവളും കുഞ്ഞും ഇങ്ങെത്തിയെന്ന് അമ്മ അജിത്തിനെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ അവനൊരു സമാധാനവും ഉണ്ടാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് നടന്നപ്പോൾ തന്നെ അവർ ജോലിസ്ഥലത്തെത്തിയിരുന്നു. ജോസഫേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അമ്മയുമായി നല്ല പരിചയമാണ് അയാൾക്ക്. തനിക്ക് ഏറ്റവും അടുത്ത തൻ്റെ സ്വന്തം മോളാണെന്ന് പറഞ്ഞാണ് അമ്മ അയാൾക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുത്തത്. അവളെ അവിടെയാക്കി കുഞ്ഞിനെയും കൊണ്ട് അമ്മ അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒരമ്മ കുഞ്ഞിനെ സ്കൂളിലാക്കി തിരിച്ചു വരുമ്പോൾ ഉള്ളതുപോലെ. കുഞ്ഞവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എങ്കിലും കുഞ്ഞിനെ മറ്റെവിടെയാക്കിയാലും കിട്ടില്ലാത്തൊരു സമാധാനം അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. കായലും കാക്കയെയും പൂച്ചയെയും എല്ലാം കാട്ടിക്കൊടുത്തുകൊണ്ടാണ് അമ്മ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നത്. കരഞ്ഞു തുടങ്ങിയ കുഞ്ഞ് അതെല്ലാം കണ്ട് പതിയെ കരച്ചിൽ നിർത്തിയിരുന്നു. ജോലിസ്ഥലത്തുള്ള ചേച്ചിക്ക് വളരെ നല്ല സ്വഭാവമായിരുന്നു. അവരെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു. മറന്നു തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അവൾക്കത് ഉപകാരമായി. അതുകൊണ്ട് തന്നെ ജോലിയിൽ അവൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പൂച്ചയെയും കാക്കയെയും എല്ലാം കാണിച്ചു കൊടുത്ത് പഴം പുഴുങ്ങിയതും കുറുക്കും ചോറുമെല്ലാം അവർ കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചു. അവർക്ക് വല്ലാത്തൊരു ആനന്ദം തോന്നിയിരുന്നു അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ. പാല് കുടിക്കുന്ന കുഞ്ഞല്ലേ, ഇടയ്ക്ക് അവൾ അമ്മയെ ചോദിച്ച് കരയും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും കാണിച്ചു കൊടുത്തും അവരവളുടെ കരച്ചിലങ്ങ് മാറ്റും. വൈകിട്ട് അവൾ വരുമ്പോഴേക്കും ചായയും ഉണ്ടാക്കി അവർ കാത്തിരിക്കും. അമ്മ വരുന്നത് ദൂരത്തു നിന്ന് കാണുമ്പോഴേ കുഞ്ഞിപ്പെണ്ണ് അവരുടെ കയ്യിൽ നിന്നും ചാടാൻ തുടങ്ങും. അമ്മയെ കാണുമ്പോൾ അതുവരെ കാണാതിരുന്നതിലുള്ള സങ്കടമാണോ കണ്ടതിലുള്ള സന്തോഷമാണോ എന്നറിയില്ല. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയും, ചിലപ്പോൾ ചിരിക്കും. അവൾക്കും അങ്ങനെയാണ്. കുഞ്ഞിനെ കാണുമ്പോൾ നെഞ്ചൊന്ന് പിടയ്ക്കും. അറിയാതെ തന്നെ അവൾക്കായി പാൽ ചുരത്തും. വന്നു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചു നേരം പാല് കുടിക്കണം. വലിയ പെണ്ണായിട്ടും പാല് കുടിക്കാൻ മോശമില്ലേ പെണ്ണേ എന്ന് പറഞ്ഞ് അജിത്തിൻ്റെ അമ്മ കുഞ്ഞിപ്പെണ്ണിനെ കളിയാക്കും. അപ്പോൾ അവൾ കാലുകൊണ്ട് എന്തൊക്കെയോ കളിച്ചുകൊണ്ട് ഒന്നുകൂടി പാൽ വലിച്ചു കുടിക്കും. ചായ കുടിപ്പിച്ച ശേഷമാണ് അവരവളെ വിടാറ്. പോകുമ്പോൾ രാത്രിയിലേക്കുള്ള കറി കൂടി അവരവളുടെ കയ്യിൽ നിർബന്ധിച്ച് പിടിപ്പിക്കുമായിരുന്നു. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് പോയി. രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ടും രാത്രിയിൽ നേരം വൈകി വരുന്നത് കൊണ്ടും അജിത്തിന് പിന്നെ അവളെയും കുഞ്ഞിനെയും കാണാൻ പറ്റിയിട്ടില്ല. എങ്കിലും രാത്രി വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ അവരെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അവൻ അതെല്ലാം ഒരു ചിരിയോടെ കേട്ടിരിക്കും. അമ്മയ്ക്ക് ഇപ്പോൾ അവരില്ലാതെ വയ്യെന്നായിട്ടുണ്ട്. അമ്മയുടെ ലോകം പോലും അവരിലേക്ക് ചുരുങ്ങിപ്പോയതുപോലെ അവനൊരു ചിരിയോടെ ഓർക്കും. അവളെ അടുത്ത് കിട്ടുമ്പോഴൊക്കെ അമ്മ അജിത്തിനെക്കുറിച്ച് പറയും. ഏതായാലും തമ്മിൽ അങ്ങനെ കാണുന്നില്ല. എന്നാൽ ഇങ്ങനെയെങ്കിലും അവൾക്ക് അവനോടൊരു അടുപ്പം തോന്നട്ടെ എന്ന് കരുതും. മകനൊരു ജീവിതമായി കാണാനുള്ളൊരു അമ്മയുടെ സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം. കേട്ടുകേട്ട് അവൾക്ക് അജിത്തിനോടും ഉള്ളുകൊണ്ട് എവിടെയോ ഒരടുപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. അജിത്തിന് പിന്നെ കുഞ്ഞിനെയും അവളെയും കാണാതെ ഇരിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ അമ്മയും മകനും കൂടി അവർക്കടുത്തേക്ക് ചെല്ലും. പിന്നെ സന്ധ്യ കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അവർ കുഞ്ഞിനെയും കളിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നത് അവൾ ചിലപ്പോഴൊക്കെ കണ്ണെടുക്കാതെ അങ്ങനെ നോക്കിയിരുന്നു പോകും. കുഞ്ഞിനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. അവരില്ലാതെ വയ്യെന്നായിട്ടുണ്ട്. ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ അവൾ അമ്മയ്ക്കൊരു സാരിയും അജിത്തിനൊരു ഷർട്ടും മുണ്ടും വാങ്ങി. അന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് അവർ വീട്ടിൽ വരുന്നതിന് മുൻപേ അവൾ കുഞ്ഞിനെയും കൊണ്ട് കടയിൽ പോയി അത് വാങ്ങിച്ചിരുന്നു. സാരി കൊടുത്തപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നു പറഞ്ഞപ്പോൾ വേണം, എൻ്റെ അമ്മയല്ലേ എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. അവളുടെ മറുപടി കേട്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. അജിത്തിനും അതെ. അപ്പോഴും അജിത്തിന് അവൾ വാങ്ങിയിട്ടുണ്ടാകും എന്നവർ കരുതിയില്ല. അവന് നേരെ അവൾ ആ കവർ നീട്ടിപ്പിടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. ഇതെനിക്കാണോ? അവനൊരു തരം അത്ഭുതത്തോടെ ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. അവന് വല്ലാത്ത സന്തോഷം തോന്നി. വേണ്ടിയിരുന്നില്ല. വേണം, എൻ്റെ ഒരു സന്തോഷത്തിനാണ്. അവൻ എന്തോ പറഞ്ഞു വന്നതും ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ പറഞ്ഞു. അവൻ്റെ കയ്യിലേക്ക് അവൾ തന്നെ അത് വെച്ചുകൊടുത്തു. ദിവസങ്ങൾ പതിയെ മാസങ്ങളിലേക്ക് കടന്നു. കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൾ എന്നും രാവിലെ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് ജോലിക്ക് പോകും. എല്ലാ ഞായറാഴ്ചയും മുടക്കമില്ലാതെ അവരവളുടെ വീട്ടിലേക്ക് ചെല്ലും. ചില ദിവസങ്ങളിൽ രാവിലെ ചെല്ലും. അന്ന് ഉച്ചയ്ക്കത്തെ ഊണ് അവിടെ നിന്നായിരിക്കും. ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പ്രവീണിൻ്റെ കാറെടുത്തായിരിക്കും അജിത്തും അമ്മയും ചെല്ലുന്നത്. അന്ന് ബീച്ചിലും പാർക്കിലുമെല്ലാം കറങ്ങി രാത്രിയിലെ ഭക്ഷണവും പുറത്തുനിന്ന് കഴിച്ചായിരിക്കും അവർ മടങ്ങി വരുന്നത്. അവളെയും കുഞ്ഞിനെയും ആ വീട്ടിൽ തനിച്ചാക്കി പോരാൻ അവർക്ക് മനസ്സുണ്ടായിട്ടല്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് അമ്മ കരുതും. പക്ഷേ പെട്ടെന്ന് അവളോട് തുറന്നു സംസാരിക്കാനും കഴിയാത്തതുപോലെ, എന്തോ ഒന്ന് അതിൽ നിന്നും പിറകിലേക്ക് വലിക്കുന്നത് പോലെ. അവളും പതിയെ പതിയെ ഹരിയെ മറന്നു തുടങ്ങിയിരുന്നു. എന്നും കള്ളു കുടിച്ചു വന്ന് വഴക്കുണ്ടാക്കുന്ന ഹരിയെയാണ് അവൾക്ക് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. കല്യാണത്തിന് മുൻപ് അവളെ സ്നേഹിച്ചു നടന്നിരുന്നൊരുവൻ്റെ മുഖം അവളിൽ നിന്നും മായ്ച്ചു കളഞ്ഞത് ആ അവൻ്റെ പ്രവൃത്തികൾ തന്നെയാണ്. അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടന്നിട്ടുണ്ട് അജിത്ത്. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോൺ എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ ദിവ്യ എന്നു കണ്ടതും അവൻ്റെ മുഖം ചുളിഞ്ഞു. ഇവളെന്താ ഈ സമയത്ത്? ഇനി കുഞ്ഞിനെന്തെങ്കിലും? അങ്ങനെ ചിന്തിക്കാൻ പോലും അവന് പേടി തോന്നി. വല്ലപ്പോഴും മാത്രമാണ് അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത്, അതും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ. താനും അതെ. അങ്ങനെയുള്ള അവൾ ഈ രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ അവനൊരു വെപ്രാളത്തോടെ തന്നെ വേഗം ഫോണെടുത്തു. ദിവ്യേ, എന്തു പറ്റി? ഫോണെടുത്തതും വെപ്രാളത്തോടെ തന്നെ അവൻ ചോദിച്ചു. ഒന്നിങ്ങോട്ട് വരുമോ? കരച്ചിലിൻ്റെ അകമ്പടിയോടെ അവളുടെ ഉത്തരം വന്നു. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. മോൾക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരം ഒന്ന് വിറച്ചിരുന്നു.